നമുക്ക് ഇപ്പോൾ തത്കാലം ട്രാഫിക് ബ്ലോക്ക് ചെയ്യാം. ഇപ്പറ സൈഡിൽ നിന്നും ആൾക്കാരും അതുപോലെ തന്നെ താഴെ നിന്ന് വരുന്ന ആൾക്കാരെ തത്കാലം നമുക്ക് ബ്ലോക്ക് ചെയ്തിട്ട് വെക്കാം. രാവിലെ നമുക്ക് നോക്കിയിട്ട് അത് എന്താണ് ആക്ച്വലി ലൈക്ക് മുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ നമ്മൾ താഴെ മണ്ണും നീക്കം ചെയ്യുമ്പോൾ മുകളിൽ നിന്നും നമുക്ക് വീണ്ടും എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സോ ആസ് ഓഫ് നോ വിൽ ബ്ലോക്ക് ദ ട്രാഫിക്. രാവിലെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നോക്കിയിട്ട് ഒരു എക്സ്പെർട്ടീസ് ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചുരത്തിന്റെ കംപ്ലീറ്റ് ഒരു സ്റ്റെബിലിറ്റി ടെസ്റ്റും കൂടി നമുക്ക് ചെയ്യേണ്ടി വരും. ബിക്കോസ് അത്ര വലിയ മഴ ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ദിസ് ഹാസ് ഹാപ്പൺ. ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായതുകൊണ്ട് ഒരു സ്റ്റെബിലിറ്റി ടെസ്റ്റും കൂടി നമുക്ക് ചെയ്യാം. കോഴിക്കോട് ജില്ലാ ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകളോ അങ്ങനെ? യെസ് വി ആർ ഇൻ കോൺസ്റ്റന്റ് ടച്ച് വിത്ത് ദ ഡിസ്ട്രിക്ട് കളക്ടർ ഓൾസോ. അവിടുത്തെ DOC ഓൾസോ വി ആർ ഇൻ ടച്ച് വിത്ത് ദം. സോ താഴെ നമുക്ക് അങ്ങനെ ഇപ്പോൾ തത്കാലം കൈകാര്യം ചെയ്യും. മണ്ണിനടിയിൽ എന്തെങ്കിലും വാഹനങ്ങളോ അങ്ങനെ എന്തെങ്കിലും കുടുങ്ങിക്കിടക്കാനുള്ള സാഹചര്യം ഉണ്ടോ? ഇല്ല. പൂർണ്ണമായിട്ടും ഉറപ്പാക്കും. അല്ല, ലൈക്ക് അടക്കടക്കം ഇങ്ങനെ ചുരത്തിലെ ഇങ്ങനെ ചെറിയതായിട്ട് പ്രശ്നങ്ങൾ സംഭവിക്കുമായിരുന്നു. പക്ഷെ ഇത്ര വലിയതായിട്ട് നമ്മൾ കണ്ടില്ല. എന്താണ്? അതെ. സോ നമുക്കൊരു സ്റ്റെബിലിറ്റി ടെസ്റ്റും കൂടി നമുക്ക് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ചെയ്യാം. അതെ. അതാണ് മറ്റുള്ള മേഖലയിലെ ഒന്നും പോട്ടെ. നമുക്ക് ഇന്ന നൈറ്റ് ഒന്ന് നോക്കിയിട്ട് നാളെ രാവിലെ നമുക്ക് ഇതൊക്കെ എല്ലാം ക്ലിയർ ചെയ്യാം. ഇല്ല. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ആംബുലൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാം. ബിക്കോസ് വി ഡു നോട്ട് നോ സെക്യൂരിറ്റി ആസ്പെക്ടും കൂടി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. ഇന്ന് അപ്പോൾ ഈ കുരുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ വിടും, അതിനുശേഷമുള്ള വാഹനങ്ങൾ വിടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഒരു ഫിറ്റ്നസ് അടക്കമുള്ള പരിശോധന, എത്രമാത്രം ചുരത്തിന്റെ ഒരു അവസ്ഥ എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ രീതിയിൽ പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ പരിശോധനയ്ക്ക് ശേഷമാകും മറ്റ് ഗതാഗതം പുനഃക്രമീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ജില്ലാ കളക്ടറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ, ഒപ്പം ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ചുരം സംരക്ഷണ സമിതി അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ അവരുടെ നേതൃത്വത്തിൽ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവിടുത്തെ കല്ലും മണ്ണും കൂറ്റൻ പാറയും, ആ പാറ കണ്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലാണ് വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. വ്യൂ പോയിന്റിന് സമീപം മലയ്ക്ക് മുകളിൽ നിന്നും പാറയും വലിയ പാറക്കഷ്ണങ്ങളും മണ്ണും ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടേക്ക് ജില്ലാ കളക്ടർ അതുപോലെ ജനപ്രതിനിധികളൊക്കെ എത്തിയിട്ടുണ്ട്. ടി സിദ്ദിഖ് MLA ഒക്കെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മണ്ണ് നീക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളെ ഒരു ഭാഗത്തുകൂടെ കടത്തിവിടും. മറ്റ് വാഹനങ്ങളെ നിലവിൽ ചുരത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്.